ഇത്ര നാൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ഒറ്റയ്ക്കായിട്ടുള്ള ഫീൽ ആയിരുന്നുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പല നമ്മൾ മെയിനായിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാകും, എല്ലാവരും ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മളൊന്നും തുടക്കക്കാരെയൊന്നും ഒരിക്കലും ആരും ഒരു കമ്മ്യൂണിറ്റിയിലോട്ടും അടുപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഒറ്റക്കാരെന്ന് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വാൻ ലൈഫിൻ്റെ ഒരു കൂട്ടായ്മ വന്നതോടുകൂടി നമുക്കൊരു ഒരു അടിപൊളി ടീം സെറ്റ് ആയിക്കാണ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നെന്തായാലും ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ്റെ ആ ഒരു ഗൂഗിൾ ആഡ്സെൻസിൻ്റെ പിന്ന് വെരിഫൈ ആയേക്കാണ്. അപ്പോൾ നേരത്തെ മോണിറ്റൈസേഷൻ എനേബിൾ ആയ സമയത്ത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പിൻ വെരിഫിക്കേഷനാണ് ഇച്ചിരി പണിയുള്ളൊരു കാര്യം. അപ്പോൾ അത് സക്സസ് ആയിട്ട് നടന്നു. അതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളോടാണ് ഇതിൻ്റെ ഒരു താങ്ക്സ് പറയാനുള്ളത്. കാരണം ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നല്ല ക്വാളിറ്റി വീഡിയോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. എന്തായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ ഈ വണ്ടിയുടെ കാര്യങ്ങളും അപ്പോൾ പലരും ചോദിച്ചായിരുന്നു വണ്ടിയുടെ പണി എന്തായിരുന്നു ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോക്കറ്റ് ഷോയുടെ വീഡിയോയിൽ കണ്ട ഫസലിക്കായാണ് ഇതെല്ലാം ചെയ്യണത്. അപ്പോൾ പുള്ളി അതിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പണി 3 ഘട്ടമായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്രെയിം, ബേസിക് ആയിട്ടുള്ള ഫ്രെയിമും കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടുന്ന ഐഡിയാസും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് അതിൻ്റെ പണി ഏകദേശം സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും. കാരണം ഫസലിക്കാരുടെ ഒരു ഗ്യാപ്പിനനുസരിച്ചാണ് പണി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഘട്ടം അങ്ങനെയാണ് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തത് നമ്മുടെ അതിൻ്റെ കുഷൻ വർക്കും പരിപാടികളും ആ ഒരു ഫ്രെയിമിൻ്റെ ആ ഒരു ഏരിയയൊക്കെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് നമ്മൾ അതിൻ്റെ ഇലക്ട്രിക്കൽ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് മൂന്നാമത്തെ ഘട്ടം. അപ്പോൾ എന്തായാലും 1 by 1 ആയിട്ട് ഓരോന്നും നമുക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ ഇനി ഈ വണ്ടിയായിട്ടുള്ള യാത്രാ വീഡിയോസും വെറൈറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക. ഇതേ സപ്പോർട്ടിനെ തുടരുക. പലരും ചോദിച്ചായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ യൂസ് ചെയ്യണ ഗാഡ്ജറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൂടി ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഇതിനു മുമ്പ് ആ ഒരു കാശ്മീർ വീഡിയോയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ടൈനി ക്യാമറയിലാണ് DJയുടെ ഓസ്മോ പോക്കറ്റ്. നമ്മൾ ട്രാവലിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതിൽ വിത്ത് ഗിംബലാണ് ക്യാമറ വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ എടുത്താലും ഇതിനകത്ത് ഷെയ്ക്ക് ഉണ്ടാവില്ല, നല്ല ക്വാളിറ്റി ഫുട്ടേജ് കിട്ടും. അപ്പോൾ ഈ ഒരൊറ്റ സാധനം യൂസ് ചെയ്തിട്ടാണ് ഇതിന് മുമ്പ് വരെ ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനോടൊപ്പം തന്നെ ഫോണും ഉപയോഗിക്കാറുണ്ട്. ചില ഫ്രെയിമുകൾ ലോ ലൈറ്റിലൊക്കെ നമുക്ക് ഫോൺ നല്ല പെർഫോമൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ലോ ലൈറ്റ് സീനുകളൊക്കെ ഷോട്ടുകളൊക്കെ ഫോണിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാത്ത എല്ലാ സാധനങ്ങളും ഈ ഒരു DJയുടെ ഓസ്മോ പോക്കറ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 1.5 വർഷം ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ അഭിപ്രായം പറയുന്നത്. സംഭവം ഇത് എടുത്തതിന് ശേഷം 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇതിൻ്റെ യൂസ്. കാരണം നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒരു 3 സെക്കൻഡ് കൊണ്ട് തന്നെ ക്യാമറ ഓൺ ആവും. അത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സംഭവം അടിപൊളി ഒരു ക്യാമറയാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ നേരത്തെ ആദ്യമേ തന്നെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഡ്രോൺ ഏതാണെന്ന് പലരും ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. DJയുടെ മാവിക് എയർ എന്ന് പറഞ്ഞ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് സാധനം. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈസാണ് ഇതിന് വരുന്നുള്ളൂ. ജസ്റ്റ് ഒരു സ്മാർട്ട് ഫോണിൻ്റെ സൈസേ വരുന്നുള്ളൂ. പക്ഷേ ഓപ്പൺ ചെയ്താൽ ഇതാണ് ഐറ്റം. ഇത് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. സംഭവം ഉപയോഗിക്കാനൊക്കെ അടിപൊളിയാണ്. നമ്മൾ ട്രാവലിൽ കൊണ്ടുനടക്കാനും ഭയങ്കര സിമ്പിളായിട്ടുള്ള സാധനമാണ്. പലരും ചോദിക്കാറുണ്ട് ഡ്രോൺ ഫ്ലൈ എന്നൊക്കെ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന്. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ലൊരു കൺട്രോൾ വേണം. കൺട്രോൾ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇതിലാണ് ആ കാശ്മീർ വീഡിയോയിലൊക്കെ നല്ല ഡ്രോൺ ഷൂട്ടേജ് എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒന്ന് നമ്മുടെ DJ ഓസ്മോ പോക്കറ്റ്, രണ്ടാമത്തെ ഡ്രോണ്, പിന്നെ മൂന്നാമത്തെ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന FUJIFILMൻ്റെ XT200 എന്ന് പറഞ്ഞ ക്യാമറയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് നല്ല വീഡിയോ ക്വാളിറ്റി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ ഈ ഒരു XT200 എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ പരീക്ഷണങ്ങളിലാണ്. അടിപൊളി വീഡിയോസ് എന്തായാലും നമ്മുടെ ചാനലിൽ കൂടി പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ്. അപ്പോൾ ഇനി അങ്ങോട്ട് വാൻ്റെ ഒരു പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് യാത്രക്കായിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല അടിപൊളി വീഡിയോ കണ്ടന്റ് നിങ്ങളോട് എത്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. അതുപോലെ പലരും ചോദിച്ചു വീഡിയോസിൽ യൂസ് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏതാണെന്നുള്ളത്. അത് musicbed.com കൊണ്ടുള്ള ഒരു വെബ്സൈറ്റിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് മ്യൂസിക് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി വേറെ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ആർട്ട് ലിസ്റ്റ് നല്ലൊരു ഓപ്ഷനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം. സംഭവം നമ്മുടെ വീഡിയോക്ക് ഒരു യൂണിക്നെസ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ലൊരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന മ്യൂസിക്കുകൾ എടുക്കാം. പക്ഷേ അത് പലരും ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എന്താ പറയുക ഏറ്റവും ബെസ്റ്റ് നല്ലൊരു മ്യൂസിക് കൂടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂസിക് പർച്ചേസ് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോസിൽ ഉപയോഗിക്കുന്നത് കൂടുതലും.
പിന്നെ അല്ലാതെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനലിലെ പരിപാടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു സാധനം കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇനി നമുക്ക് എന്തെങ്കിലും ഇൻകമൊക്കെ ഈ ചാനലിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് വേറൊരു കാര്യം കൂടി ഷെയർ ചെയ്യാനുണ്ട്. നമ്മുടെ ഈ ഒരു വാൻ്റെ വീഡിയോസൊക്കെ ഇട്ട് ഒന്ന് എല്ലാവരും കണ്ടു തുടങ്ങിയപ്പോൾ നമുക്ക് കുറേ സുഹൃത്തുക്കളെ കിട്ടി. ഇതേപോലെ സിമിലർ ഡ്രീമായിട്ട് നടക്കുന്ന കുറച്ച് പേര്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. അപ്പോൾ പലരും ഇതേ ഡ്രീമായിട്ട് വാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാൻ ലൈഫ് ആഗ്രഹിച്ച് നടക്കുന്ന കുറേ സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെട്ട് എല്ലാവരും ചെറിയൊരു ടീമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിനകത്ത് ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഓരോരുത്തരുടെ വണ്ടി ഒന്നാമത്തെ ആൾ നമ്മുടെ മിലനാണ്. മിലനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. മിലൻ കൊല്ലമാണ് മിലൻ്റെ വീട്, കൊട്ടിയത്താണ് വീട്. അപ്പം മിലനൊരു വണ്ടി പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടിയുടെ പേര് പെപ്പെ എന്നാണ്. പെപ്പെ ദ വാൻ. വണ്ടിയുടെ ടോപ്പൊക്കെ റൂഫൊക്കെ പൊക്കാവുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് മിലൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനോട് വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരാളായിരുന്നു മിലൻ. അപ്പോൾ അങ്ങനെ ആദ്യം മിലനെ പരിചയപ്പെട്ടു. അങ്ങനെ പിന്നീട് പരിചയപ്പെട്ടത് മാറ്റഡോർ ലൈഫ് എന്ന് പറഞ്ഞൊരു ചാനലായിരുന്നു. നമ്മുടെ മഹേഷ് ഏട്ടൻ പട്ടാമ്പിക്കാരനാണ്. ആള് വിൻറ്റേജ് വണ്ടികളുടെ ഒരു പ്രാന്തനാണ്. അപ്പോൾ പുള്ളി അങ്ങനെ തന്നെ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ വണ്ടികൾ മാറ്റഡോർ, അത് എവിടെ മൈസൂരെങ്ങാണ്ട് പോയിട്ട് മാറ്റഡോർ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് അത് പണിത് നമ്മുടെ അടിപൊളി കളറൊക്കെ ചെയ്തിട്ട് സംഭവം അതിൻ്റെ സോളാർ പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു പണിയിലാണ് ആള്. അതിനോടൊപ്പം തന്നെ ഒരു പഴയ ജീപ്പുണ്ട്. അങ്ങനെ ഒരു വിൻറ്റേജ് വണ്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ മഹേഷേട്ടനെ പരിചയപ്പെട്ടു. പിന്നെ നമ്മുടെ സബീല് ചെറിയ മാരുതി സെന്നിൽ മോട്ടോർ ഹോം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സബീൽ റഹ്മാൻ വ്ളോഗ്സ് എന്നാണ് അവൻ്റെ ചാനലിൻ്റെ പേര്. അതുപോലെ പിന്നീട് നമ്മുടെ കൂട്ടത്തിലോട്ട് മിലൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അൻഷാദിക്ക, അതുപോലെ സബിനിക്കയാണ് മിലൻ്റെ വണ്ടി പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കമ്പനി കിട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇത്രയും നാൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ഒറ്റയ്ക്കായിട്ടുള്ള ഫീൽ ആയിരുന്നുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ മെയിനായിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാകും എല്ലാവരും ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മളൊന്നും തുടക്കക്കാരെയൊന്നും ഒരിക്കലും ആരും ഒരു കമ്മ്യൂണിറ്റിയിലോട്ടും അടുപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഒറ്റക്കായിരുന്നു ഫീൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വാൻ ലൈഫിൻ്റെ ഒരു കൂട്ടായ്മ വന്നതോടുകൂടി നമുക്കൊരു ഒരു അടിപൊളി ടീം സെറ്റ് ആയിക്കാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൂടെ പിന്നീട് ബ്രിൻഡോ എന്ന് പറഞ്ഞിട്ട് ബ്രിൻഡോ ബ്രോ വന്നു. മഹീന്ദ്ര താറിൽ ഇടുക്കി ആ ഒരു ഏരിയയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. അടിപൊളി വീഡിയോസാണ് ബ്രിൻഡോ ബ്രോയുടെ. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷേ ആൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അതുപോലെ നമ്മുടെ ഓൾ ഇന്ത്യ ഒരു ഓവർലാൻഡിങ് വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുള്ള ലിനോബ്രോ, ഡ്രീം റൈഡ് 360 എന്നാണ് ലിനോബ്രോയുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ ലിനോബ്രോയും വന്നു നമ്മുടെ കൂട്ടത്തിലോട്ട്. അവർ ഓൾ ഇന്ത്യ യാത്ര ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് ഇത് തുടങ്ങുന്നവർക്ക് ഒരുപാട് മോട്ടിവേഷനായിട്ട് കാര്യങ്ങളാണ് ലിനോബ്രോ പറഞ്ഞു തന്നത്. അതുപോലെ പിന്നെ നമ്മുടെ കൂട്ടത്തിലോട്ട് നിങ്ങളെല്ലാവരും കണ്ടിരുന്ന വീഡിയോസ് ആയിരിക്കും. പെട്രോൾ ഹെഡ് മോട്ടോർ ഗ്യാരേജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഐവിൻ ബ്രോ നമ്മുടെ എന്താ പറയുക കോൾഡ് സ്റ്റാർട്ടിൻ്റെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മച്ചാനാണ്. അപ്പോൾ ഞാൻ ആളുടെ വീഡിയോ നേരത്തെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അടിപൊളി വീഡിയോ ആണ്. പുള്ളി എവിടെയാണെങ്കിൽ വണ്ടി പഴയ വണ്ടി വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ ഇറക്കുന്ന വണ്ടിയൊക്കെ പുള്ളി അവിടെ ചെന്നിട്ട് ആ വണ്ടി പണിത് സെറ്റാക്കിയിട്ട് ഓണാക്കുന്ന ആളാണ്. അപ്പോൾ ഐവിൻ ബ്രോയും ഇതുപോലെ തന്നെ ഒരു വാൻ ലൈഫ് ആ ഒരു യാത്ര സ്വപ്നം കണ്ട് കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഐവിൻ ബ്രോയും വന്നു നമ്മുടെ കൂട്ടത്തിലോട്ട്. പിന്നെ അതുപോലെ തന്നെ മിലൻ്റെ ഫ്രണ്ട് അസ്ലം, നസീം, അങ്ങനെ കുറേ ഒരു അടിപൊളി ടീം ഫോമായി കഴിച്ചു. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്ന കുറേ ഏരിയാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡിൽ ഞാൻ ഓക്കെയാണ്, നമുക്ക് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള ഇതൊക്കെ പക്ക വീക്കാണ്, എനിക്കൊരു പിടുത്തമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിൽ വന്നപ്പോൾ തന്നെ എല്ലാവരും അവരവരായിട്ടുള്ള ഐഡിയാസൊക്കെ ഷെയർ ചെയ്തിട്ട് സംഭവം അടിപൊളിയായി. അപ്പം ഈ ഒരു വാൻ ബിൽഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക എല്ലാവരും കൂടി ഇപ്പോൾ ഒരാൾ ആലോചിക്കണമായിരിക്കില്ല, ഒരു 5-6 പേര് കൂടിയിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ട് അടിപൊളി ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ എല്ലാവരുടെ ചാനലിൽ ലിങ്ക് ഞാൻ ഇതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാം, എല്ലാവരും ഫോളോ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ പ്ലാൻ ചെയ്യാം, നമ്മൾ എല്ലാവരും ഒരേപോലെ ഡ്രീം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ഒരു വാൻ ലൈഫിൻ്റെ ഒരു യാത്ര കൾച്ചറാണ്. അപ്പോൾ എല്ലാവരുടെയും വണ്ടി പണിതതിന് ശേഷം എന്തായാലും ഒരു 3-4 മാസത്തിനുള്ളിൽ ഈ വണ്ടികളെല്ലാം റെഡിയായതിനു ശേഷം ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്കൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കാം. നല്ലൊരു ഈവനിങ്, നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്ത് എല്ലാ വണ്ടികളും മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു വാൻ ലൈഫ് ഇഷ്ടപ്പെടുന്ന അത് യാത്ര ചെയ്യുന്നവരുടെ മീറ്റപ്പ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇവൻറ്റ്സ്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അതേപോലുള്ള ഓരോരോ ആഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാം നടക്കുമായിരിക്കും. ഇതിനകത്തോട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ചങ്കന്ന് പറയാനായിട്ട് കുറേ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും മീറ്റ് ചെയ്യണം. അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകണം. അപ്പോൾ എന്തായാലും ഇതിൽ ഈ ഒരു വീഡിയോസ് ഫോളോ ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ നമ്മൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരുന്ന കാശ്മീർ വീഡിയോസും കൂടി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. ജന്നത്ത് കശ്മീർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിന്റർ സമയത്ത് പോയ യാത്രയിലെ എല്ലാം കൂടി കൂടിയിട്ട് ഒരു അടിപൊളി ഒരു നല്ലൊരു ക്വാളിറ്റി വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ വിചാരിക്കണം എന്തുകൊണ്ടാണ് വീഡിയോ ഡിലേ ആവുന്നു എന്നുള്ളത്. പക്ഷേ ഒരു മാസമായിട്ട് സെർച്ച് ചെയ്തിട്ട് മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ ഒരു മ്യൂസിക്കോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള സെർച്ചിലാണ്. നമുക്ക് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സാധനം കിട്ടുമ്പോൾ ആ ഒരു വീഡിയോ ചെയ്യും. അത് അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പം ചെയ്തത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, യാത്ര ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട്ടെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.